മോർണിംഗ് ഓൾ. ട്രയാങ്കുലേഷൻ സർവേ ആണ് നോക്കുന്നത്. ജിയോഡറ്റിക് സർവേ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ജിയോഡറ്റിക് സർവേ ആൻഡ് പ്ലെയിൻ സർവേ. എർത്തിന്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്ന സർവേ ആണ് ജിയോഡറ്റിക് സർവേ അല്ലെ? പ്ലെയിൻ സർവേ എന്ന് പറഞ്ഞാൽ എർത്തിന്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്നില്ല. എർത്ത് സർഫസ് ഒരു പ്ലെയിൻ സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പ്ലെയിൻ സർവേ ചെയ്യുന്നത്. അപ്പോൾ ജിയോഡറ്റിക് സർവേ ചെയ്യുമ്പോൾ നമ്മൾ എർത്തിന്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ജിയോഡറ്റിക് സർവേ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ട്രാവേഴ്സ് ഓർ ട്രയാങ്കുലേഷൻ. ട്രാവേഴ്സ് മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ട്രയാങ്കുലേഷൻ മെത്തേഡ് യൂസ് ചെയ്തും ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ട്രയാങ്കുലേഷൻ മെത്തേഡ് ഓഫ് സർവേയിങ്. അപ്പോൾ എന്താണ് ട്രയാങ്കുലേഷൻ? അപ്പോൾ ട്രയാങ്കുലേഷൻ എന്താണ് നമ്മളന്ന് പഠിച്ചായിരുന്നു അല്ലേ? ഹോൾ ഏരിയാസിനെ ചെറിയ സ്മോൾ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഏരിയ കണ്ടുപിടിക്കുന്നു അല്ലേ? ഓരോ പോയിന്റ്സിന്റെ പൊസിഷൻസ് കണ്ടുപിടിക്കുന്നു. അതാണ് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അത് തന്നെയാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഫിഗറിൽ കൊടുത്തേക്കുന്നത് എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് ആണ് അല്ലെ? ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെ? എ ബി എന്ന് പറയുന്നത് ബേസ് ലൈൻ അല്ലെ? ആ ഡിസ്റ്റൻസ് നമുക്കറിയാം, ബേസ് ലൈൻ. ഈ രണ്ട് പോയിന്റ്സിന്റെ ഹെൽപ്പോട് കൂടി ആ റിസർവോയർ, ആ ഒരു റിവറിന് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ട്രീ, ആ ട്രീയെ ലൊക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് ആ ട്രീയെ ലൊക്കേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതിന് നമുക്ക് വേണ്ട എന്തൊക്കെയാണ് വേണ്ടത്? ഈ ബേസ് ലൈൻ ഡിസ്റ്റൻസ് വേണം, ഡിസ്റ്റൻസ് ടു ഒബ്ജക്റ്റ് വേണം, പിന്നെ എയിൽ നിന്നും ബിയിൽ നിന്നും എടുക്കുന്ന ആംഗുലർ മെഷർമെന്റ്സും വേണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് പോയിന്റ്സും ആ രണ്ട് പോയിന്റ്സുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസും പിന്നെ അവിടെ നിന്ന് എടുക്കുന്ന ആ പോയിന്റിൽ, ആ ഒബ്ജക്റ്റിലേക്ക് എടുക്കുന്ന ആംഗുലർ മെഷർമെന്റ്സും നമുക്കുണ്ടെങ്കിൽ ആ മൂന്നാമത്തെ പോയിന്റിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസിക് കൺസെപ്റ്റ് ആണ് നമ്മൾ ഓരോ ട്രയാങ്കിൾസിലും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ട്രയാങ്കുലേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് ഡിറ്റർമൈനിങ് ഡിസ്റ്റൻസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ജിയോമെട്രി. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ജിയോമെട്രി ആണ് മെയിൻ ആയിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നത്. എ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ഈസ് സൈറ്റഡ് ഫ്രം ടു വെൽ സെപ്പറേറ്റഡ് ലൊക്കേഷൻസ്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ എ ബി എന്ന് പറയുന്ന വെൽ സെപ്പറേറ്റഡ് ലൊക്കേഷൻസിൽ നിന്ന് നമ്മൾ ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ സൈറ്റ് ചെയ്യുക, ഓക്കെ, ലൊക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് വേണ്ടത്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ലൊക്കേഷൻസ് ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻ ജോയിനിങ് ദം ആൻഡ് ദ ലൈൻ ഓഫ് ദ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ മൂന്ന് മെഷേഴ്സ് ആണ് നമുക്കിവിടെ വേണ്ടത്. അതിന്റെ ബേസിസിലാണ് നമ്മൾ ആ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ബേസിക് ആയിട്ട് നമ്മൾ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ തന്നെ ഇവിടെ എന്താണ്? ജോമെട്രിക് ഫിഗേഴ്സ് ആണ് അല്ലെ? ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രയാങ്കിൾസ് ചേർന്നിട്ട് ജോമെട്രിക് ഫിഗേഴ്സ് ആയിട്ട് മാറും. അപ്പൊ അങ്ങനെയുള്ള ജോമെട്രിക് ഫിഗേഴ്സ് ആണ് ട്രയാങ്കുലേഷനിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇതുപോലുള്ള ട്രയാങ്കിൾസ് കോമ്പോസ് ചെയ്തിട്ട് ജോമെട്രിക് ഫിഗേഴ്സ് ആയിട്ട് മാറുന്നു. ആ ജോമെട്രിക് ഫിഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ഏരിയ, ഒരു വലിയൊരു വൈഡ് ഏരിയ നമ്മൾ സർവേ ചെയ്യുന്നത്. Okay, horizontal angles and a limited number of sides are measured. Okay, by using angles and baseline lengths, triangles are solved trigonometrically and the position of the stations are calculated. Okay, അപ്പോൾ നമ്മൾ ആംഗിൾസ്, ബേസ് ലൈൻ ലെങ്ത് എല്ലാം യൂസ് ചെയ്തിട്ട് ട്രയാങ്കിൾസിനെ നമ്മൾ ട്രിഗ്നോമെട്രിക്കലി സോൾവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിലെ പൊസിഷൻസ്, ന്യൂ പൊസിഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതുവഴി കംപ്ലീറ്റ് ഏരിയ നമ്മൾ കവർ ചെയ്യും. അങ്ങനെയാണ് ട്രയാങ്കുലേഷൻ സർവേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഫോം ചെയ്യുന്ന ട്രയാങ്കിൾസിന്റെ അപ്പെക്സസ്, ഓക്കെ, അതിന്റെ എല്ലാ വെർട്ടിസസ്, അപ്പെക്സ് എന്ന് പറയുന്നത് എന്താണ്? അതിനെയാണ് ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ അപ്പെക്സസ് ഓഫ് ദ ട്രയാങ്കിൾസ് ആർ നോൺ ആസ് ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസ്. ഓക്കെ, ആൻഡ് ദ ഹോൾ ഫിഗർ ഈസ് കോൾഡ് ട്രയാങ്കുലേഷൻ സിസ്റ്റം ഓർ ട്രയാങ്കുലേഷൻ ഫിഗർ. അപ്പൊ നമ്മളിങ്ങനെ ഫോം ചെയ്യുന്ന കംപ്ലീറ്റ് ഫോം, അതായത് ട്രയാങ്കിൾസ് എല്ലാം ചേർന്ന് ആ ഒരു ജോമെട്രി ഫിഗേഴ്സിനെ നമ്മൾ എന്ത് പറയും? ട്രയാങ്കുലേഷൻ ഫിഗർ അല്ലെങ്കിൽ ട്രയാങ്കുലേഷൻ സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. ആ ഓരോ ട്രയാങ്കിൾസിന്റെയും അപ്പെക്സിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസ് എന്ന് പറയുന്നു. ഓക്കെ, ഇതാ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കുലേഷൻ ഫിഗർ ആണ്, അല്ലെങ്കിൽ ട്രയാങ്കുലേഷൻ സിസ്റ്റം ആണ്. അതിലുള്ള ഓരോ അപ്പെക്സും ഇതാ ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസ് എന്ന് മാർക്ക് ചെയ്യാം. രണ്ട് പോയിന്റ്സ്, രണ്ട് നോൺ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ബേസ് ലൈൻ. അപ്പൊ ബേസ് ലൈൻ മെഷർമെന്റ് നമുക്ക് എടുക്കേണ്ടി വരും, ആംഗുലർ മെഷർമെന്റ്സ് ഒക്കെ നമുക്ക് ഇതിൽ എടുക്കേണ്ടി വരും.
അപ്പോൾ ട്രയാങ്കുലേഷൻ സർവേയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു എസ്റ്റാബ്ലിഷ് റിലേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട് പൊസിഷൻസ് ഓഫ് എ നമ്പർ ഓഫ് സ്റ്റേഷൻസ് ആക്യുറേറ്റ്ലി. ഓക്കെ, ഇതിൽ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പൊസിഷൻസ് വരാം. ഓക്കെ, ഇതാണ് ട്രയാങ്കുലേഷൻ സ്റ്റേഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രയാങ്കുലേഷൻ സിസ്റ്റംസ്. ഓക്കെ, ഓരോ ട്രയാങ്കുലേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു ട്രയാങ്കുലേഷൻ സിസ്റ്റം ട്രയാങ്കുലേഷൻ ഫിഗർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോരോ ട്രയാങ്കിൾസ് കമ്പോസ് ചെയ്തുണ്ടാവുന്ന ജോമെട്രിക് ഫിഗേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഈ ജോമെട്രിക് ഫിഗേഴ്സിന്റെ എന്താണ് ലെങ്ത്, ബേസ് ലൈനിന്റെ ലെങ്ത്, അതിന്റെ എന്താണ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഏരിയ, അപ്പൊ അതിന്റെ എല്ലാം ബേസിസിൽ അതിന്റെ ആക്യുറസിയുടെ ബേസിസിൽ പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ ഓർ പ്രൈമറി triangulation system, second order or secondary triangulation system, and last one third order or tertiary triangulation system. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കേസ്, മൂന്ന് ടൈപ്സ്, മൂന്ന് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത് മൂന്ന് കേസസിലാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ടു ഡിറ്റർമൈൻ ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദി ഇയർ ടു കവർ എ വാസ്റ്റ് ഏരിയ ലൈക്ക് എ കൺട്രി. ഓക്കെ, വലിയൊരു ഏരിയ കവർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് പ്രൈമറി ട്രയാങ്കുലേഷൻ സിസ്റ്റമാണ്. നെക്സ്റ്റ് സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് വിത്തിൻ ദ ഫസ്റ്റ് ഓർഡർ ട്രയാങ്കുലേഷൻ. അതായത് നമ്മളൊരു വലിയൊരു ഏരിയ കവർ ചെയ്യുന്നതിന്റെ ബൗണ്ടറി കംപ്ലീറ്റ് കവർ ചെയ്യുന്നത് പ്രൈമറി ട്രയാങ്കുലേഷൻ സിസ്റ്റം യൂസ് ചെയ്തിട്ടായിരിക്കും. അതിന്റെ അകത്ത് വരുന്നു, അതിന്റെ ആ ഒരു ബൗണ്ടറിക്ക് അകത്ത് വരുന്ന ഏരിയ കവർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡറി അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ ട്രയാങ്കുലേഷൻ സിസ്റ്റം. ഓക്കെ, തേർഡ് ഓർഡർ എന്തായിരിക്കും വിത്തിൻ ദ സെക്കൻഡ് ഓർഡർ ട്രയാങ്കുലേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം ഏറ്റവും എന്താണ് വലിയ ഏരിയയുടെ ഒരു കൺട്രി എടുക്കുകയാണെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ബൗണ്ടറി ലൈൻ അല്ലെ അത്രയും കവർ ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൈമറി ട്രയാങ്കുലേഷൻ സിസ്റ്റം ആയിരിക്കും. അതിനകത്ത് ആ ഏരിയക്ക് തൊട്ടകത്ത് വരെ യൂസ് ചെയ്യുന്നത് സെക്കൻഡറി ട്രയാങ്കുലേഷൻ സിസ്റ്റം. ഓക്കെ, അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടേർഷറി അല്ലെങ്കിൽ തേർഡ് ഓർഡർ ട്രയാങ്കുലേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഇതിൽ ട്രയാങ്കുലേഷൻ സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലാർജ് ഏരിയയിൽ കൊടുക്കുന്നത് പ്രൈമറി, അതിനകത്ത് കൊടുക്കുന്നത് സെക്കൻഡറി, ഏറ്റവും അകത്ത് നമ്മൾ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുന്നത് എന്താണ് ടേർഷറി ട്രയാങ്കുലേഷൻ സിസ്റ്റംസ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് ഓരോ കാറ്റഗറീസിന്റെ ബേസിൽ ഇതിനെ മൂന്ന് ട്രയാങ്കുലേഷൻ സിസ്റ്റത്തിനെയും കമ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക. ബേസ്ഡ് ഓൺ ലെങ്ത് ഓഫ് ബേസ് ലൈൻസ്, ലെങ്ത് ഓഫ് സൈഡ്സ്, ആവറേജ് ട്രയാങ്കുലേഷൻ എറർ, മാക്സിമം സ്റ്റേഷൻ ക്ലോഷർ, ആക്ച്വൽ എറർ ഓഫ് ബേസ്. അപ്പോൾ ഇങ്ങനെ കുറേ പോയിന്റ്സ് ഉണ്ട്, ഇതെല്ലാം നോട്ട് ചെയ്യും. ഓക്കെ, ഓരോ പോയിന്റ്സും നോട്ട് ചെയ്ത് വെക്കും. നെക്സ്റ്റ് പറയുന്നത് ട്രയാങ്കുലേഷൻ ഫിഗേഴ്സ്. ഓക്കെ, തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞത് ഇവിടെ എങ്ങനെയെല്ലാം യൂസ് ചെയ്യുന്നു അതിന്റെ ആക്യുറസിയുടെ ബേസിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്തത്, ട്രയാങ്കുലേഷൻ സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്തത്. ഇനി പറയുന്നത് ട്രയാങ്കുലേഷൻ ഫിഗേഴ്സ്, ടൈപ്സ് ഓഫ് ട്രയാങ്കുലേഷൻ ഫിഗേഴ്സ് ആണ്. ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് സിംഗിൾ ചെയിൻ ഓഫ് ട്രയാങ്കിൾസ്. ഓക്കെ, സിംഗിൾ ചെയിൻ ഓഫ് ട്രയാങ്കിൾസ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ട്രയാങ്കിൾസ് ഒരു സിംഗിൾ ചെയിൻ ആയിട്ടാണ് ഫോം ചെയ്യുന്നത് അല്ലേ. സെക്കൻഡ് വൺ ഡബിൾ ചെയിൻ ഓഫ് ട്രയാങ്കിൾസ് ആൻഡ് ബ്രേസ്ഡ് ക്വാഡ്രിലാറ്ററൽസ്, സെന്റേർഡ് ട്രയാങ്കിൾസ് ആൻഡ് പോളിഗൺസ് ആൻഡ് എ കോമ്പിനേഷൻ ഓഫ് എബോ സിസ്റ്റംസ്. ഓക്കെ, മെയിൻ ആയിട്ട് 5 എണ്ണമാണ് വരുന്നത്. 4 വരുന്നത്. ലാസ്റ്റ് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് എബോ സിസ്റ്റംസ്. ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒരു കോമ്പിനേഷൻ ആയിട്ട് പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ബേസ് ട്രയാങ്കുലേഷൻ ഫിഗേഴ്സ് ആണ്. ട്രയാങ്കിൾസ് വരുന്നുണ്ട്, ബ്രേസ്ഡ് ക്വാഡ്രിലാറ്ററൽസ് വരുന്നുണ്ട്, പിന്നെ പോളിഗൺ വിത്ത് സെൻട്രൽ സ്റ്റേഷൻ. ഓക്കെ, സെൻട്രൽ സ്റ്റേഷൻ വരുന്ന ഒരു പോളിഗൺ ബേസിക് ട്രയാങ്കുലേഷൻ ഫിഗേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഏതൊക്കെയാണ് ടൈപ്സ്? ഫസ്റ്റ് വൺ സിംഗിൾ ചെയിൻ ഓഫ് ട്രയാങ്കിൾസ്. സിംഗിൾ ചെയിൻ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും ഫിഗർ അല്ലെ. അതായത് ഒരു ചെയിൻ പോലെയാണ് ട്രയാങ്കിൾസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഒരു സിംഗിൾ ടെറൈൻ, ഒരു ചെയിൻ പോലത്തെ ടെറൈൻസ് എല്ലാം ക്ലാസിഫൈ അല്ലെങ്കിൽ സർവേ ചെയ്യുന്നതിന് നമ്മൾ സിംഗിൾ ചെയിൻ ഓഫ് ട്രയാങ്കിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡബിൾ ചെയിൻ ഓഫ് ട്രയാങ്കിൾസ്. ഓക്കെ, ഇത് 2 ചെയിൻ ആയിട്ടാണ് ട്രയാങ്കിൾസ് ഫോം ചെയ്തേക്കുന്നത്. ഒരു ലാർജ് ഏരിയ നമുക്ക് സർവേ ചെയ്യാനുണ്ടെങ്കിൽ ഡബിൾ ചെയിൻ ഓഫ് ട്രയാങ്കിൾസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ബ്രേസ്ഡ് ക്വാഡ്രിലാറ്ററൽസ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ ഓരോ ക്വാഡ്രിലാറ്ററലും ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന പോലെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അതിന് ബ്രേസ്ഡ് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ സെന്റേർഡ് ട്രയാങ്കിൾസ് ആൻഡ് പോളിഗൺസ്. ഓക്കെ, അപ്പോൾ അതിലൊരു സെൻട്രൽ സ്റ്റേഷൻസ് ഉണ്ടാവും എല്ലാത്തിനും അല്ലെ. ഒരു സെന്റേർഡ് പോളിഗൺസ് അല്ലെങ്കിൽ സെന്റേർഡ് ട്രയാങ്കിൾസ് ആയിട്ടായിരിക്കും ലാസ്റ്റ് ലേ ഔട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ട്രയാങ്കുലേഷൻ ഫിഗേഴ്സ് സിസ്റ്റംസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫിഗേഴ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് നോക്കണം. ഓക്കെ,
ഇനി നമ്മൾ നോക്കുന്നത് നമ്മൾ തൊട്ട് തന്നെ പറഞ്ഞു പ്രൈമറി ട്രയാങ്കുലേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ലാർജ് ഏരിയ കവർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പ്രൈമറി ട്രയാങ്കുലേഷൻ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അതിൻ്റെ അകത്ത് സെക്കൻഡറി, അതിനുള്ളിൽ ടേർഷറി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പ്രൈമറി ട്രയാങ്കുലേഷൻ സിസ്റ്റം ഫോർ ലാർജ് കൺട്രീസ് എങ്ങനെ ഏതൊക്കെയാണ് കൊടുക്കുന്നത് പറഞ്ഞാൽ മെയിനായിട്ട് രണ്ട് സിസ്റ്റംസ് ആണ്. ഗ്രിഡ് അയൺ സിസ്റ്റം ഉണ്ട് ആൻഡ് സെൻട്രൽ സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഗ്രിഡ് അയൺ സിസ്റ്റം ആൻഡ് സെൻട്രൽ സിസ്റ്റം. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ആ കംപ്ലീറ്റ് ഏരിയ കവർ ചെയ്യുന്നത്. ഓക്കെ, അല്ല ഗ്രിഡ് അയൺ സിസ്റ്റം ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കേരള, തമിഴ്നാട് റീജിയൻസ് ആണ്. അപ്പോൾ അവിടെ കൊടുത്തേക്കുന്ന ഒരു ട്രയാങ്കുലേഷൻ സർവേയുടെ ഒരു ഫിഗർ ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഒരു ഗ്രിഡ് അയൺ പോലെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ലാർജ് ഏരിയ അവർ നമ്മൾ കവർ ചെയ്യാണ്. പ്രൈമറി ട്രയാങ്കുലേഷൻ എക്സാമ്പിൾ ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ ഓഫ് ദ ലേ ഔട്ട് ഓഫ് ട്രയാങ്കിൾസ്. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് ലേ ഔട്ട് ആണ് സെലക്ട് ചെയ്യേണ്ടത്? ഓക്കെ, നമ്മൾ കുറേ ലേ ഔട്ട് പറഞ്ഞു. ഏത് ടൈപ്പ് ലേ ഔട്ട് ആണ് സെലക്ട് ചെയ്യുന്നത്, അതിൻ്റെ ക്രൈറ്റീരിയ ഫോർ ദ സെലക്ഷൻ ഓഫ് ദ ലേ ഔട്ട് ഓഫ് ട്രയാങ്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സിമ്പിൾ ട്രയാങ്കിൾ ഷുഡ് ബി പ്രിഫറബിളി ഇക്വിലാറ്ററൽ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഫോം ചെയ്യുന്ന ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഇക്വിലാറ്ററൽ ആകാൻ നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ബ്രേസ്ഡ് കോട്ടർലാറ്റ് ഷുഡ് ബി പ്രിഫറബിളി അപ്രോക്സിമേറ്റ് സ്ക്വയേഴ്സ്. ബ്രേസ്ഡ് കോട്ടർലാറ്റ്സ് നമ്മൾ ഫോം ചെയ്യുകയാണെങ്കിൽ അത് മാക്സിമം സ്ക്വയേഴ്സ് ആയിരുന്നു, അപ്രോക്സിമേറ്റ്ലി സ്ക്വയർ ആയിട്ട് ഫോം ചെയ്യാൻ നോക്കുക. തേർഡ് വൺ, സെന്റേർഡ് പോളിഗൺ ഷുഡ് ബി റെഗുലർ പോളിഗൺസ് ഫോം ചെയ്യിക്കുക. ഫോർത്ത് പോയിന്റ്, അറേഞ്ച്മെന്റ് ഷുഡ് ബി സച്ച് ദാറ്റ് കമ്പ്യൂട്ടേഷൻ ക്യാൻ ബി ഡൺ ത്രൂ 2 or more ഇൻഡിപെൻഡന്റ് റൂട്ട്സ്. ഓക്കെ, പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ലേ ഔട്ട് ഫോം ചെയ്യാൻ നേരത്ത് അവിടെ ഉണ്ടാകുന്ന ലേ ഔട്ട് ഒന്നോ അതിലധികമോ രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡന്റ് റൂട്ട്സിലൂടെ നമുക്ക് കമ്പ്യൂട്ടേഷൻസ് പോസിബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ കൊടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഏതൊരു റൂട്ട് ഒരു റൂട്ട് ഇപ്പോൾ ഈ ഒരു റൂട്ടിൽ കൂടെ അല്ലെങ്കിൽ ഈ ഒരു റൂട്ട് ഏതൊരു റൂട്ടിൽ കൂടെയും നമുക്ക് കമ്പ്യൂട്ടേഷൻസ് പോസിബിൾ ആയിരിക്കണം. ഓക്കെ, നമ്മളൊരു ചെയിൻ അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലേഷൻ ഫിഗർ സിസ്റ്റം ഫോം ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒറ്റ ഒരു റൂട്ടിൽ കൂടെ മാത്രമാകരുത്, ഏതൊരു റൂട്ടിൽ രണ്ടോ അതിലധികമോ റൂട്ടിൽ കൂടെയും നമുക്ക് കമ്പ്യൂട്ടേഷൻസ് അല്ലെ കാൽക്കുലേഷൻസ് പോസിബിൾ ആയിരിക്കണം. ഓക്കെ, ദ അറേഞ്ച്മെന്റ് ഷുഡ് ബി സച്ച് ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 root and preferably 2 roots form well conditioned triangles. ഓക്കെ, വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് ഫോം ചെയ്യണം. വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കിൾസിന്റെ മിനിമം ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി. ഓക്കെ, അതിനേക്കാളും കുറയാൻ പാടില്ല. ആൻഡ് നോട്ട് മോർ ദാൻ 120 ഡിഗ്രി. ഓക്കെ, അതിനകത്തുള്ള ട്രയാങ്കിളിനകത്ത് വരുന്ന ആംഗിൾസ് 30 ഡിഗ്രിക്കും 120 ഡിഗ്രിക്കും ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെയാണ് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ആംഗിൾസ് ഓഫ് സിമ്പിൾ ട്രയാങ്കിൾ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 45 ഡിഗ്രി. ഓക്കെ, 45 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ 30 ഡിഗ്രിക്കെല്ലാം കുറയാൻ പാടില്ല. ഇൻ ദ കേസ് ഓഫ് സെന്റേർഡ് പോളിഗൺ ആണെങ്കിൽ 40 ഡിഗ്രിക്കെല്ലാം കുറയാൻ പാടില്ല. ഓക്കെ, അതങ്ങനെ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസിന്റെ പോയിന്റ് ആണ്. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന പോയിന്റ്. ഓക്കെ, വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത്, ദ സൈഡ്സ് ഓഫ് ദ ഫിഗർ ഷുഡ് ബി ഓഫ് കമ്പയറബിൾ ലെങ്ത്. ഓക്കെ, അതായത് നമുക്ക് ഫോം ചെയ്യുന്ന ആ ഒരു ഫിഗർ, ആ ഒരു ട്രയാങ്കുലേഷൻ ഫിഗറിലെ സൈഡ്സ് ലെങ്ത് എന്ന് പറഞ്ഞാൽ വെരി ഷോർട്ട് ലൈൻസ് ആകാനും പാടില്ല, ലോങ് ലൈൻസ് ആകാനും പാടില്ല. ഓക്കെ, വളരെ ഷോർട്ട് ലൈൻസ് ആകാനും പാടില്ല, ലോങ് ലൈൻസ്. അതായത് ഷോർട്ട് ലൈൻസ് ആണെങ്കിൽ നമുക്ക് അവിടുത്തെ സർവേ ഡിഫിക്കൽട്ട് ആയിരിക്കും. ലോങ് ലൈൻസ് ആണെങ്കിൽ ആക്യുറസി കുറയും. അതുകൊണ്ട് തന്നെ ലോങ് ലൈൻസ് ആകാനും പാടില്ല, ഷോർട്ട് ലൈൻസ് ആകാനും പാടില്ല. ലാസ്റ്റ് പോയിന്റ്, ദ ലെയർ ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് റിക്വയർസ് ലീസ്റ്റ് വർക്ക് ടു അച്ചീവ് മാക്സിമം പ്രോഗ്രസ്. ഓക്കെ, നമ്മൾ ഫോം ചെയ്യുന്ന ലേഔട്ട് ലേഔട്ട് ഫോം ചെയ്തിട്ട് നമ്മൾ അതിൽ കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ നേരത്ത് ലീസ്റ്റ് വർക്ക് കൊണ്ട് തന്നെ മാക്സിമം പ്രോഗ്രസ് കിട്ടുന്ന രീതിയിലുള്ള ലേഔട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം നമുക്ക് ആ ഒരു ഫിഗേഴ്സ് നമ്മൾ ഫോം ചെയ്യുന്ന ഫിഗേഴ്സ് ലീസ്റ്റ് വർക്ക്, അതായത് ചെറിയ ഒരു വർക്കിൽ നിന്ന് തന്നെ മാക്സിമം പ്രോഗ്രസ് കിട്ടുന്ന രീതിയിലുള്ള ലേഔട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് ക്രൈറ്റീരിയ ഫോർ ദ സെലക്ഷൻ ഓഫ് ലേഔട്ട് ഓഫ് ട്രയാങ്കിൾസിൽ വരുന്നത്. ഓക്കെ, അതെല്ലാം നോക്കുക. നെക്സ്റ്റ് വരുന്ന, ഇനി നമ്മൾ ട്രയാങ്കുലേഷൻ ചെയ്യാൻ പോവുക. ഓക്കെ, ട്രയാങ്കുലേഷൻ സർവേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ വേണ്ടത് ഫീൽഡ് വർക്ക് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓൺ റിക്കഗ്നൈസൻസ്. ഓക്കെ, നമുക്കറിയാം ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം പോയി
അവിടുത്തെ ഡേറ്റാസും മറ്റു കാര്യങ്ങളും കളക്ട് ചെയ്യുന്ന റെക്കഗ്നൈസൻസ് എന്ന് പറയുന്നത് അല്ലേ. റെക്കഗ്നൈസൻസ്, എറക്ഷൻ ഓഫ് സിഗ്നൽസ് ആൻഡ് ടവേഴ്സ്, മെഷർമെന്റ് ഓഫ് ബേസ് ലൈൻ, measurement of horizontal angles, measurement of vertical angles, and last one astronomical observation to determine the azimuth of the lines. ഓക്കെ, ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീൽഡ് വർക്ക് വരുന്നത്, അതായത് ട്രയാങ്കുലേഷൻ സർവേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫീൽഡ് വർക്കാണ് പറയുന്നത്. അപ്പോൾ റെക്കഗ്നൈസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ടെറൈൻ, നമ്മൾ ആ ഒരു സർഫസിൽ ചെന്നിട്ട് അവിടുത്തെ ഡേറ്റ കളക്ട് ചെയ്യാം. എവിടെയെല്ലാം നമുക്ക് നമ്മുടെ പോയിന്റ്സ്, ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസ് ഫിക്സ് ചെയ്യാം, ലൊക്കേറ്റ് ചെയ്യാം, എവിടെ നിന്നൊക്കെ സർവേ ചെയ്യാൻ പറ്റും, ടെറൈൻ എങ്ങനെയാണ്, മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്നതാണ് റെക്കഗ്നൈസൻസ് സർവേയിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ട്രയാങ്കുലേഷൻ സ്റ്റേഷൻ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സിഗ്നൽസ് വയ്ക്കുക അല്ലേ. അവിടെ സിഗ്നൽസ് ആൻഡ് ടവേഴ്സ് വയ്ക്കുന്നത് എപ്പോഴാണ്, അതൊക്കെ പറയുന്നുണ്ട്. ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്താണെങ്കിലാണ് ടവേഴ്സ് വയ്ക്കുന്നത്. അപ്പോൾ എറക്ഷൻ ഓഫ് സിഗ്നൽസ് ആൻഡ് ടവേഴ്സ് അതെല്ലാം ചെയ്യുന്നത് ആ ഒരു ട്രയാങ്കുലേഷൻ സ്റ്റേഷനിലായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ബേസ് ലൈൻ എന്താന്ന് പറഞ്ഞു, ആ ബേസ് ലൈനിന്റെ മെഷർമെന്റ് ആണ്. പിന്നെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസിന്റെ മെഷർമെന്റ് ആണ്. ലാസ്റ്റ് വരുന്നത് അസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ ടു ഡിറ്റർമൈൻ ദ അസിമുത്ത് ഓഫ് ദ ലൈൻസ്. അസിമുത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നോർത്തിൽ നിന്നോ സൗത്തിൽ നിന്നോ ഉണ്ടാകുന്ന ഒരു ലൈനിന്റെ ആംഗിൾ ആണ്, ബെയറിംഗ്. ഓക്കെ, അപ്പോൾ അതും കൂടെ കണ്ടുപിടിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ട്രയാങ്കുലേഷനിൽ ഫീൽഡ് വർക്ക് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ റെക്കഗ്നൈസൻസ് എക്സാമിനേഷൻ ഓഫ് terrain to be surveyed, selection of suitable sites for measurement of baselines, selection of suitable positions for triangulation systems. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ സൈറ്റ് സെലക്ട് ചെയ്യാണ്, ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസ് എവിടേക്ക് വേണം അതിനുള്ള സ്യൂട്ടബിൾ പൊസിഷൻ സെലക്ട് ചെയ്യാണ്, ബേസ് ലൈൻ എന്തുമാത്രം മെഷർമെന്റ് വരികയാണ്, അപ്പോൾ ഈ മെഷർമെന്റ് എടുക്കുമ്പോൾ ആ ബേസ് ലൈൻ്റെ മെഷർമെന്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൈറ്റ്സ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് പോയിന്റ് വരുന്നത് ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസ് ഇന്റർവിസിബിൾ ആയിരിക്കണം അല്ലേ. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതാണ്, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നമുക്ക് വിസിബിൾ ആയിരിക്കണം അല്ലേ, എങ്കിലേ അവിടെ സർവേ പോസിബിൾ ആകത്തുള്ളൂ, ട്രയാങ്കുലേഷൻ സർവേ പോസിബിൾ ആകത്തുള്ളൂ. അപ്പോൾ ഇന്റർവിസിബിലിറ്റി ഉണ്ടായിരിക്കും. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യുന്നത് റെക്കഗ്നൈസൻസിലാണ്. സെലക്ഷൻ ഓഫ് കോൺസ്പീഷ്യസ് വെൽ ഡിഫൈൻഡ് നാച്ചുറൽ പോയിന്റ്സ്, ആ വെൽ ഡിഫൈൻഡ് നാച്ചുറൽ പോയിന്റ്സ് നമ്മൾ ആദ്യമേ ഉറപ്പാക്കുക. ഓക്കെ, ഇതെല്ലാം ചെയ്യുന്നത് റെക്കഗ്നൈസൻസിലാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്, റെക്കഗ്നൈസൻസ് ആണ്. അപ്പൊ അതിൽ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, പോയിന്റ്സ് ആദ്യം നോക്കുന്നു. പിന്നെ നമ്മൾ സിഗ്നൽസ് ആൻഡ് ടവേഴ്സ് അല്ലേ, ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് സിഗ്നൽസ് ആൻഡ് ടവേഴ്സ്. സിഗ്നൽസ് എന്ന് പറഞ്ഞ ഡിവൈസ് എറക്റ്റഡ് ടു ഡിഫൈൻ ദ എക്സാക്ട് പൊസിഷൻ ഓഫ് ദ ട്രയാങ്കുലേഷൻ സ്റ്റേഷൻ സോ ദാറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഫ്രം ദ അതർ സ്റ്റേഷൻ. നമ്മളൊരു ട്രയാങ്കുലേഷൻ സ്റ്റേഷൻ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സിഗ്നൽ കൊണ്ട് വയ്ക്കുക, അതായത് മറ്റു സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ആ ഒരു സ്റ്റേഷൻ ഐഡന്റിഫൈ ചെയ്യണം, അതിനുവേണ്ടിയാണ് അവിടെ ഒരു സിഗ്നൽ വയ്ക്കുന്നത്. ഓക്കെ, എത്ര ദൂരം നിന്ന്, വളരെ അകലെ നിന്നൊക്കെയായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് കാണണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു സിഗ്നൽ വയ്ക്കുക. സിഗ്നൽ മെയിൻലി രണ്ട് ടൈപ്പ് ഉണ്ട്, നോൺ ലൂമിനസ് സിഗ്നൽസ് ഉണ്ട് ആൻഡ് ലൂമിനസ് സിഗ്നൽസ്. ഓക്കെ, നെക്സ്റ്റ് ടവർ എന്ന് പറഞ്ഞാൽ ചില കേസസിൽ എന്താണ്, ഈ സ്റ്റേഷൻ അല്ലെങ്കിൽ സിഗ്നൽ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇൻ ഡെപ്തിലായിരിക്കും അല്ലേ, ഏതെങ്കിലും ഡെപ്തിലായിരിക്കും, അല്ലെങ്കിൽ ഇന്റർവിസിബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ ഒരു ടവർ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ടവറിന്റെ ടോപ്പിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ സ്റ്റേഷൻസ്, ആ ഒരു സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ടവർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തൊക്കെയായിരിക്കും, ഇൻസ്ട്രുമെന്റ്, ഇപ്പോൾ അവിടെ നിന്ന് കണ്ടിന്യൂസ് സർവേ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒബ്സർവറിന് അവിടെ നിന്ന് ഇൻസ്ട്രുമെന്റ് ഇൻസ്റ്റാൾ ചെയ്ത് മറ്റൊരു പോയിന്റിലേക്ക് നോക്കേണ്ടതാണ്. അപ്പോൾ അതിനുള്ള എല്ലാ സ്പേസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടവർ അവിടെ എറക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ സിഗ്നൽസ് ആൻഡ് ടവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റേഷൻസിലാണ്, ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസിലാണ്. നെക്സ്റ്റ്, ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ ഓഫ് ട്രയാങ്കുലേഷൻ സ്റ്റേഷൻ. അപ്പോൾ ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസ് എന്താണ് നമ്മൾ പറഞ്ഞു അല്ലേ, ആ ഒരു ട്രയാങ്കുലേഷൻ ഫിഗറിൽ വരുന്ന ട്രയാങ്കിൾസിന്റെ അപ്പെക്സ് പോയിന്റ് ആണ് ട്രയാങ്കുലേഷൻ സ്റ്റേഷൻ. അപ്പൊ അത് നമ്മൾ ആദ്യം ലൊക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അത് ലൊക്കേറ്റ് ചെയ്യുന്നതാണ് ട്രയാങ്കുലേഷൻ സർവേയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലെ, ഫസ്റ്റ് മേജർ സ്റ്റെപ്പ് അതാണ്. അതിന്റെ ബേസിസിലായിരിക്കും കംപ്ലീറ്റ് ആ വർക്ക് മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ ട്രയാങ്കുലേഷൻ സ്റ്റേഷന്റെ ക്രൈറ്റീരിയ, സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പോയിന്റ് ഷുഡ് ബി ഇന്റർവിസിബിൾ. ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസ് ഇന്റർവിസിബിൾ ആയിരിക്കും.
For this purpose, the station point should be on the highest ground such as hilltops, housetops, etc. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ട്രയാങ്കുലേഷൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ പൊസിഷനിൽ ഇരിക്കുന്നതായിരിക്കണം, അല്ലെ? എവിടെ നിന്നും കാണാൻ പറ്റുന്നതായിരിക്കണം, ഇന്റർവിസിബിൾ ആയിരിക്കും. ഈസിലി ആക്സസിബിൾ വിത്ത് ഇൻസ്ട്രുമെന്റ്സ്. അപ്പോൾ നമുക്ക് ഇൻസ്ട്രുമെന്റുമായിട്ട് അവിടെ ചെന്ന് മറ്റ് പോയിന്റ്സിലേക്ക് എന്താണ് സർവേ ചെയ്യേണ്ടതാണ്, അല്ലെ? മറ്റ് പോയിന്റ്സുകൾ ലൊക്കേറ്റ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രയാങ്കുലേഷൻ സ്റ്റേഷനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന പോയിന്റ് ഈസിലി ആക്സസിബിൾ ആയിരിക്കും. ഓക്കെ. ആൻഡ് ഫോം വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ്. വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് ഫോം ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസ്. ലൊക്കേറ്റഡ് ദാറ്റ് ദ ലെങ്ത് ഓഫ് സൈഡ്സ് ആർ നെയ്തർ ടു സ്മോൾ നോർ ടു ലോ. ഓക്കെ, തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വച്ചേക്കുന്ന നമ്മുടെ സെലക്ട് ചെയ്യുന്ന ട്രയാങ്കുലേഷൻ സ്റ്റേഷൻ, ഓക്കെ, അത് വളരെ അടുത്താകാനും പാടില്ല, വളരെ ദൂരെ ആകാനും പാടില്ല. ഓക്കെ, വളരെ അടുത്തായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ് ഇൻസ്ട്രുമെന്റ് കൊണ്ട് സെറ്റ് ചെയ്ത് റീഡിങ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാകും. ടു ലാർജ് ആണെങ്കിൽ, അല്ലെ, ലെങ്ത് വളരെ ലോങ് ആണെങ്കിൽ അവിടെ വിസിബിലിറ്റി, അല്ലെ, അതിൻ്റെ ഒരു ആക്യുറസി കുറവും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ആക്യുറസി കുറയാനും പാടില്ല, നമുക്കവിടെ ഇൻസ്ട്രുമെന്റ് ഒരു ഡിഫിക്കൽട്ടിയും കൂടാതെ കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ലെങ്ത് ഓഫ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ നെയ്തർ ടു സ്മോൾ ആൻഡ് നെയ്തർ ടു ലോങ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രയാങ്കുലേഷൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കമാൻഡിങ് പൊസിഷനിലായിരിക്കും. അതായത് തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ ഹൈ പൊസിഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് സബ്സിഡറി ട്രയാങ്കുലേഷൻ, അതായത് ആ പോയിന്റിന്റെ ബേസിൽ മറ്റ് ട്രയാങ്കുലേഷൻ സർവേ, സബ്സിഡറി ട്രയാങ്കുലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ആ പോയിന്റിൽ നിന്ന് ഫർദർ എക്സ്റ്റൻഷൻ സർവേയും ചെയ്യാൻ പറ്റണം, അല്ലെ? അതിൽ നിന്ന് അങ്ങോട്ട് എക്സ്റ്റൻഷൻ ചെയ്യാനും പറ്റണം. അതായത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു എന്താണ് പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി എന്ന് പറയും. അപ്പോൾ എല്ലാം വെൽ കണക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ അതിൽ നിന്നൊരു കമാൻഡിങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ലിമിറ്റേഷൻ വരുന്ന ഒരു പൊസിഷൻ ആകരുത്. അതിന് കുറച്ച് ലിമിറ്റേഷൻ, അതായത് അങ്ങോട്ട് എക്സ്റ്റൻഷൻ പറ്റാത്തൊരു പോയിന്റ് ആകരുത്. അങ്ങനെയുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലായിരിക്കണം നമ്മൾ ട്രയാങ്കുലേഷൻ സ്റ്റേഷനായിട്ട് സെലക്ട് ചെയ്യും. നെക്സ്റ്റ്, യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് ആൻഡ് ഓൾസോ ഫോർ ഡീറ്റെയിൽ സർവേ. ഓക്കെ, തൊട്ട് മുന്നേ പറഞ്ഞത് തന്നെ ഡീറ്റെയിൽ സർവേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പോയിന്റ് ആയിരിക്കണം. ഓക്കെ, ഇന്റർസെക്റ്റഡ് പോയിന്റ്സ് ആയിരിക്കും, മറ്റ് പോയിന്റ്സുകളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആയിരിക്കും. In wooded country, the station should be selected such that the cost of clearing and cutting and building towers is minimum. അതായത് വുഡഡ് കൺട്രി ആണ്, അപ്പോൾ കംപ്ലീറ്റ് എന്താണ് വുഡൺ ഏരിയാസ് ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ എല്ലാം ക്ലിയർ ചെയ്യണം, അല്ലെ? ഇന്റർവിസിബിലിറ്റി കിട്ടണമെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യണം. അപ്പോൾ അത് മാക്സിമം അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കുക. ഓക്കെ, കോസ്റ്റ് മിനിമം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ അവിടുത്തെ ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസ് എല്ലാം സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ആ ഒരു സ്റ്റേഷൻ സെലക്ട് ചെയ്തിട്ട് അതിന് ചുറ്റുമുള്ള ട്രീസ് എല്ലാം കട്ട് ചെയ്ത് ആ ഒരു കോസ്റ്റ് അവിടെ വരാതെ വളരെ മിനിമം കോസ്റ്റിൽ തന്നെ നമുക്ക് ട്രയാങ്കുലേഷൻ സർവേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോയിന്റ്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ക്രൈറ്റീരിയ ഫോർ ദ സെലക്ഷൻ ഓഫ് ട്രയാങ്കുലേഷൻ സർവേയിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേഷൻ മാർക്ക്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഇത്രയും നേരം പറഞ്ഞതുപോലെ ഒരു ട്രയാങ്കുലേഷൻ സ്റ്റേഷൻ നമ്മൾ ലൊക്കേറ്റ് ചെയ്താൽ അവിടെ ഒരു സ്റ്റേഷൻ മാർക്ക് നമ്മൾ കൊടുക്കും. ഓക്കെ, പെർമനന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേഷൻ മാർക്കായിരിക്കും കൊടുത്തേക്കുന്നത്, ഫിഗറിൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേഷൻ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്താണ് നമ്മുടെ വർക്ക് പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാം, അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ വെച്ച് ഇൻസ്ട്രുമെന്റ് ഫിക്സ് ചെയ്യുന്നു, ഈ പോയിന്റ് മറ്റ് അടുത്തുള്ള പോയിന്റ്സുമായിട്ട് ഇന്റർവിസിബിൾ ആയിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള പോയിന്റ്സ് ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മളൊരു സ്റ്റേഷൻ മാർക്കും കൊടുക്കാറ്. ഷുഡ് ബി പെർമനന്റ്ലി മാർക്ക്ഡ് ഓൺ ദ ഗ്രൗണ്ട് സോ ദാറ്റ് ദ തിയോഡലൈറ്റ് ആൻഡ് സിഗ്നൽ മേ ബി സെൻഡഡ് ആക്യുറേറ്റ്ലി ഓവർ ദ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇന്റർവിസിബിലിറ്റി ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.